ഹായ് ഫ്രണ്ട്സ്, ദിവസേനയുള്ള റേഷൻ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ബുധനാഴ്ച ദിവസത്തെ റേഷൻ വിതരണം എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. സാധാരണ പോലെ തന്നെയാണ് ജനുവരി മാസത്തെ എല്ലാവിധ ഭക്ഷ്യവിഹിതങ്ങളും റേഷൻ കടയിൽ പോയിട്ട് വാങ്ങാവുന്നതാണ്. റേഷൻ കടയിലേക്ക് സ്റ്റോക്കുകൾ എത്തുന്നതേ ഉള്ളൂ. കഴിഞ്ഞ മാസം ബാക്കിയുള്ള സ്റ്റോക്കുകളാണ് ഇപ്പോൾ പല റേഷൻ കടയിൽ നിന്നും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. തന്നെ ഇപ്പോൾ ചെന്നാൽ എല്ലാ വിഹിതങ്ങളും സ്റ്റോക്ക് ഉണ്ടായിക്കൊള്ളണം എന്നില്ല, എങ്കിലും ചില റേഷൻ കടകളിലെല്ലാം എല്ലാം ഉണ്ടാകും. ആട്ടയുണ്ടെങ്കിൽ വെള്ള നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് എല്ലാം വാങ്ങിയിട്ട് പോരാവുന്ന അവസ്ഥയാണ്. കാരണം അവർക്ക് കൂടുതലൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്കുള്ള വിഹിതങ്ങളെല്ലാം ഉണ്ടാകും. പക്ഷെ മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അവർക്കുള്ള പഞ്ചസാരയൊന്നും എത്തിയിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്കും 2-3 ദിവസം കഴിഞ്ഞിട്ട് പോകുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ റേഷൻ കടക്കാരന്റെ കോൺടാക്ട് നമ്പർ നിങ്ങളുടെ കൈകളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാൻ എല്ലാ സാധനങ്ങളും സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ളത്. സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഭക്ഷ്യവിഹിതങ്ങളും ജനുവരി മാസത്തിൽ നമുക്ക് അനുവദിച്ചിട്ടുള്ള എല്ലാ ഭക്ഷ്യവിഹിതങ്ങളും നമുക്ക് പോയിട്ട് വാങ്ങാവുന്നതാണ്. മറ്റൊന്ന്, സ്പെഷ്യൽ അരികളുണ്ടാകും. അതായത് പച്ചരി, മട്ടരി, മറ്റുള്ള അരികളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. കുറച്ചും കൂടി ദിവസം കഴിഞ്ഞിട്ട് പോയാൽ അത് ഈ ഒരു സമയത്ത് ചെന്നാൽ കിട്ടില്ല. കാരണം ഗോഡൌണുകളിൽ നിന്ന് റേഷൻ കടകളിലേക്ക് സ്റ്റോക്കുകൾ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നാളത്തെ റേഷൻ വിതരണം. സ്റ്റോക്കുള്ള എല്ലാ റേഷൻ കടയിൽ നിന്നും ജനുവരി മാസത്തെ എല്ലാ ഭക്ഷ്യവിഹിതങ്ങളും നമുക്ക് വാങ്ങാൻ കഴിയുന്നതാണ്. അതോടൊപ്പം തന്നെ നിലവിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിസംബർ മാസത്തെ കിറ്റാണ് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാങ്ങാത്ത എല്ലാ റേഷൻ കാർഡുള്ള ആളുകൾക്കും അത് പോയിട്ട് വാങ്ങാവുന്നതാണ്. ഇതുവരെ വാങ്ങാത്തത് വെള്ള റേഷൻ കാർഡുള്ളവരും നീല റേഷൻ കാർഡുള്ളവരും ആയിരിക്കും. അപ്പോൾ അവർക്ക് ഈ മാസം 9-ാം തീയതി വരെ അതിൻ്റെ ഒരു വിതരണം ഉണ്ടായിരിക്കും. നിങ്ങളുടെ റേഷൻ കടയിൽ സ്റ്റോക്ക് എത്തിയിരിക്കുന്നോ എന്ന് വിളിച്ച് അന്വേഷിക്കുക. അത് എത്തിയിട്ടുണ്ടെങ്കിൽ അത് പോയിട്ട് വാങ്ങുക. ഇത്രയൊക്കെയാണ് ബുധനാഴ്ച ദിവസത്തെ റേഷൻ വിതരണത്തെക്കുറിച്ച് പറയാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കണ്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.